പഠനം കഴിഞ്ഞ വെറുതെ ഇരിക്കാൻ അവർ 4 പേർക്കും മനസ്സില്ലായിരുന്നു. നല്ലൊരു വരുമാനമാർഗം കണ്ടെത്തണം, അതോടൊപ്പം സമൂഹത്തിനും ഗുണമുണ്ടാകണം. ഈ ചിന്തയാണ് കോഴിക്കോട് ചാലിയത്തെ ഇർഫാൻ സഫർ, തഷ്രീഫ് അലി, ഷഹബാസ് അഹമ്മദ്, സനു മുഹമ്മദ് എന്നീ ഉറ്റ ചങ്ങാതിമാരെ എംപവർ ബൈ ഫുൽവ എന്ന ആശയത്തിലേക്ക് എത്തിച്ചത്. 6 മാസം മുമ്പ് ഓൺലൈനിൽ കോഴിക്കോടൻ ഹൽവ വിതരണം ചെയ്തായിരുന്നു തുടക്കം. ഇന്ന് 150ഓളം വീട്ടമ്മമാരും 40 ഓട്ടോറിക്ഷക്കാരും 150 വിദ്യാർത്ഥികളും ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊരു ബ്രാൻഡിന്റെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ആണ് സത്യം പറഞ്ഞാൽ ഈ ഫുൽവന്റെ എംപവർ എന്ന് പറഞ്ഞത്. നമ്മൾ 4 ഫ്രണ്ട്സുകൾ കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ് ഫുൽവ. ഇതിൽ നമ്മളെ മെയിൻ ആശയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ട്രഡീഷണൽ ഫുഡ് മാനുഫാക്ചേഴ്സിനെ എംപവർ ചെയ്യാനുള്ളൊരു ബ്രാൻഡാണ് ഫുൽവ. അപ്പൊ ഈ ഒരു ഐഡിയ എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമ്പയിൻ എങ്ങനെ സെറ്റ് ചെയ്യും, അത് ഈ റംസാനിലേക്ക് കണക്കാക്കി റെഡി ആക്കിയതാണ് ഈ എംപവർ എന്ന് പറഞ്ഞാൽ. ഇതിലൂടെ നമ്മൾ മലബാർ ഇഫ്താർ ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബോക്സ് ആണ് കോഴിക്കോട് മലപ്പുറം ഏരിയയിൽ മൊത്തമായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ ഇത് ത്രൂ നമ്മുടെ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന അവരുടെ ആ കഴിവ്, അവരുടെ ആ ഭക്ഷണത്തിന്റെ ആ സ്വാദ് എല്ലാവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ ഈ ഒരു ഐഡിയ എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള കോൺസെപ്റ്റാണ് ചെയ്യുന്നത്. ബിസിനസ് വിജയം പുതിയൊരു ആശയത്തിലേക്ക് കൂടി ഇവരെ എത്തിച്ചു. ഇന്ന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 100 സ്റ്റാളുകളിൽ ഇവരുടെ മലബാർ ഇഫ്താർ വിരുന്ന് എന്ന പേരിലുള്ള പാക്കറ്റുകൾ എത്തുന്നുണ്ട്. ഇവിടുന്ന് പാക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓട്ടോറിക്ഷക്കാർ വരും, 40ഓളം ഓട്ടോറിക്ഷക്കാരുണ്ട്. അവർ വന്നിട്ട് അവർ ഓരോ മലപ്പുറം കോഴിക്കോട് ഏരിയയിലേക്ക് അവരാണ് എത്തിക്കുക. അവർ ത്രൂ നമുക്ക് 100 സ്റ്റോളുണ്ട് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ഏരിയയിൽ. ആ ഏരിയയിലേക്ക് ഈ ഓട്ടോറിക്ഷക്കാരാണ് സാധനം എത്തിക്കുക. 300+ ആൾക്കാർ ഇപ്പം നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ വീട്ടമ്മമാർ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എല്ലാ കൗണ്ടറിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് ഇപ്പോൾ ഒരു സ്ഥിരം വരുമാനം ഉള്ളൊരു കോൺസെപ്റ്റും കൂടി ഇതിലുണ്ട്. ഓരോ പാക്കറ്റുകളിലും നോമ്പുതുറ വിഭവങ്ങളായി കാരക്കയും ഉന്നക്കായയും സമൂസയും കൂടെ മുന്തിരി ജ്യൂസും വെള്ളവും വിവിധതരം പഴവർഗ്ഗങ്ങളുമുണ്ട്. കൂടാതെ ഒരാൾക്ക് വയറു നിറയാനുള്ളത്രയും കുഴിമന്തിയും. 250 രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില. വൈകുന്നേരമാകുമ്പോഴേക്കും പാക്കറ്റുകൾ വിതരണത്തിനെത്തും. ഒരാൾക്ക് നോമ്പുറക്കുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ആണ്. അതായത് അൽഫാം മന്തി, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, സ്നാക്സ്, പിന്നെ ജ്യൂസ്, വെള്ളം അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ബോക്സ് ആണ്, ഒരു ഇഫ്താർ ബോക്സ് ആണ്. ഇത് ഇവിടുന്ന് ഒരു 1:30 ആകുമ്പോഴത്തേക്കിന് ഓട്ടോ ഡ്രൈവേഴ്സിൽ കയറ്റിയിട്ട് വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കും. കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ കുറേ ഭാഗങ്ങളിലേക്ക് എത്തിക്കും. 4 മണിയാകുമ്പോൾ നമ്മൾ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റുഡൻസ് ആകുമ്പോൾ നമ്മുടെ കൗണ്ടറിൽ ഉണ്ടാവും. ഇതിങ്ങനെ ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സിനും പിന്നെ സ്റ്റുഡൻസിനും, നമ്മുടെ കൗണ്ടേഴ്സിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനും ഈ നോമ്പിനൊരു നല്ലൊരു രീതിയിലുള്ള വരുമാന മാർഗ്ഗമാണ്. സ്റ്റുഡൻസിനാണെങ്കിൽ അവർക്കൊരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലുള്ള ഒരു വരുമാന മാർഗ്ഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നതോട് തന്നെ നമ്മളെ ഈ വീട്ടമ്മമാർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓട്ടോ ഡ്രൈവേഴ്സിനും സ്റ്റുഡൻസിനും ഈ ഒരു നോമ്പിന് ഒരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൈമാണ്. പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ഫലവർഗ്ഗങ്ങൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നതുമെല്ലാം പ്രദേശത്തെ വീട്ടമ്മമാരാണ്. കുഴിമന്തി ഉണ്ടാക്കാൻ മാത്രം വിദഗ്ധരായ പാചകക്കാരുണ്ട്. ഓരോ കാലത്തും അതിനോട് യോജിച്ച ഭക്ഷണ സാധനങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നതാണ് നിലവിൽ ഇവരുടെ തീരുമാനം. വരും വർഷങ്ങളിൽ മറ്റു ജില്ലകളിലേക്ക് കൂടി ഈ സുഹൃത്ത് സംഘത്തിന്റെ രുചി പാക്കറ്റുകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ETV ഭാരത്, കോഴിക്കോട്.